പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നമ്മൾ നോക്കുന്നത് മലയാളം ടോപ്പിക്കാണ്. മലയാളം ടോപ്പിക്കിൽ അർത്ഥവ്യത്യാസങ്ങളാണ്. സെയിം വാക്കുകളുടെ ഉച്ചാരണം ഒരേ ഉച്ചാരണമായിരിക്കും, പക്ഷേ അക്ഷരങ്ങൾ ചെറിയ ഉദാഹരണം അക്കം എന്ന് പറഞ്ഞാൽ ഉൾവശം, അക്കം എന്ന് പറഞ്ഞാൽ പർവ്വതവും. അത് ഒറ്റയടിക്ക് നമ്മൾ കേൾക്കുമ്പോൾ ഒരേപോലെ തോന്നുമെങ്കിലും നമുക്ക് ഈ വാക്കുകളുടെ എഴുത്ത് അക്ഷരങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മലയാളത്തിൽ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ടോപ്പിക്കാണ്. മാത്രമല്ല ഈ ഒരു അശ്രദ്ധ കൊണ്ട് മാർക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ വോയിസ് മാത്രം കേൾക്കാതെ ഫസ്റ്റ് ഇതൊന്ന് കണ്ടിട്ട് ഒരു വേറെ നോട്ട്ബുക്കിലേക്ക് മാറ്റി എഴുതിയാൽ അത്രയും നന്നായി. നമുക്ക് കാണുമ്പോഴും അത് പറയുമ്പോഴും എഴുതുമ്പോഴും 3 രീതിയിലൂടെ വരുമ്പോൾ നമുക്ക് അത് തലയിലേക്ക് പെട്ടെന്ന് കയറാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 2-3 പ്രാവശ്യം നിങ്ങൾ എന്തായാലും ഇത് റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് കറക്റ്റ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നോക്കാം. അംഗം, യുദ്ധം എന്നാണ് അർത്ഥം. അംഗം എന്ന് പറഞ്ഞാൽ അവയവം. അംഗം ശുദ്ധി വരുത്തുക എന്നൊക്കെ നമ്മൾ പറയണ്ടല്ലോ, അതാണ് അംഗം. അപ്പോൾ ശരിക്കും നോക്കണ്ട, എൻ്റെ വാക്കുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ഉണ്ടാവുക. അദ്ദലൻ എന്ന് പറഞ്ഞാൽ അഗ്നി, അനിലൻ എന്ന് പറഞ്ഞാൽ കാറ്റ്, അൻപ് ദയ, അമ്പ് ബാണം. അതിഥി വിരുന്നുകാരൻ നമുക്കറിയാം. അതിഥി എന്ന് പറഞ്ഞാൽ ദേവമാതാവായി. ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അർത്ഥത്തിൽ വലിയ മാറ്റം വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് PSC ബുള്ളറ്റിൻ്റെ ഓഗസ്റ്റ് 1 തീയതിയിലെ ഈ ലഗത്തിലെ PSC ബുള്ളറ്റാണ്. അപ്പോൾ ഇത് വാങ്ങിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് വാങ്ങിയാൽ നല്ലത് തന്നെയാവും. അത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. വാങ്ങാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് കേട്ടാൽ മതി. 2-3 പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടുള്ളൂ. അംബുജം താമര, അമ്പുതം മേഘം, അള്ളി വണ്ട്, ആളി തോഴി. ആകാരം ആകൃതി, ആകാരം വീട്, വീടിന് അങ്ങനെ ഒരു വാക്ക് കൂടിയുണ്ട്. ആലസ്യം അലസത, ആലാസ്യം മുതല, ആദി മുതലായവ എന്നാണ് അർത്ഥം. ആദി ദുഃഖം, ആലംബം പിടിച്ചെടുക്കൽ എന്ന് പറയും. ആലംബം ആശ്രയം. ഉദ്ദേശം ഏകദേശം, ഉദ്ദേശ്യം ലക്ഷ്യം. ഉന്മാദം എന്നർത്ഥം ഭ്രാന്താണ്. ഉന്മാദം എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്. ഉന്മദം വധം. ഒലി എന്നാൽ ശബ്ദം, ബാങ്കുലി നമ്മൾ കേൾക്കില്ലേ. ഒളി എന്നാൽ ശോഭ. നെക്സ്റ്റ് കണ്ടം. കണ്ടം എന്ന് പറഞ്ഞാൽ നിലം എന്നർത്ഥം. കണ്ടം കളി, കണ്ടത്ത് എന്നൊക്കെ നമ്മൾ പറയില്ല, അതാണ് പറയുന്നത്. നേരെ കുറച്ച് കണ്ഠം എന്ന് പറഞ്ഞാൽ കഴുത്ത്. നെക്സ്റ്റ് കന്മഷം പാട്, കൽമഷം പാപവും. ഇങ്ങനെ ഏകദേശം ഒരുപാട് പോയിന്റുകളുണ്ട്. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് ഇവിടെ വായിക്കുന്നില്ല. നമ്മളെ ഈ PSC ബുള്ളറ്റിനിൽ ഇതൊന്ന് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്യാം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.